താമരശ്ശേരിയിൽ 13കാരനെ കാണാതായിട്ട് 11 ദിവസം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിജിത്ത് തിരുവോണ ദിവസമാണ് വീട്ടിൽ നിന്നും പുറത്തുപോയത്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും വിജിത്തിലേക്ക് എത്തുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മകന്റെ വരവും കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും. കോടഞ്ചേരി പഞ്ചായത്തിലെ ചുണ്ടകുന്ന് 4 സെന്റ് ഉന്നതിയിലെ വിനീത് സജിത ദമ്പതികളുടെ മകനാണ് വിജിത്ത്. കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി. 14കാരനെ കാണാതായിട്ട് ഇന്നേക്ക് 11 ദിവസം. എവിടെ പോയി എന്നതിൽ ആർക്കും വിവരമില്ല. തിരുവോണനാളിൽ രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി കൂട്ടുകാർക്കൊപ്പം താമരശ്ശേരിയിൽ സിനിമയ്ക്ക് പോവുകയും വൈകിട്ട് ഈങ്ങാപ്പുഴയിൽ എത്തുകയും ചെയ്തു. തിരിച്ചു വൈകിട്ട് 6 മണിയോടെ താമരശ്ശേരി ചുങ്കത്തുമെത്തി. രാത്രി 8 മണിക്ക് ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുട്ടിയെത്തിയ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ശേഷമുള്ളതൊന്നും അറിയില്ല. രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ, പിന്നെ ടൗണിലൊക്കെ. ഇതുവരെ അങ്ങനെ വീട് വിട്ടവനായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അവനൊരു ഇച്ചിരി നേരം വൈകുമ്പോഴത്തേക്കും അവന് അച്ഛനെ വിളിച്ച് പറയുന്ന ആളാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ട് അച്ഛാ എന്നുള്ളതും വിളിച്ച് പറയുന്ന ആളാണ്. എവിടെ പോയാലും സ്കൂളിൽ തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ചേർന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം വൈകുമ്പോഴത്തേക്കിനും വിളിച്ച് പറയും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് പുറം ലോകവുമായി കൂടുതൽ ബന്ധമില്ല. വിജിലിനെ കണ്ടെത്താൻ കുടുംബത്തെ സഹായിക്കണമെന്ന് PTA പ്രസിഡന്റ് സത്താർപുരായിൽ പറഞ്ഞു. കൂലിപ്പണിക്കാരാണ് അച്ഛനും. ചെറിയ 3 കൊച്ചുങ്ങളാണ് ഇവൻ്റെ അനിയന്മാരുള്ളത്. അവരും ആ വീട്ടിൽ വളരെ ദയനീയമായ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടാൽ എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും അല്ലാത്ത ആളുകളൊക്കെയാണ് ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ പൊതുവേ ഇവർ കൂടുതൽ അടുത്ത വീടുകളുമായിട്ടൊന്നും കൂടുതൽ ബന്ധമില്ലാത്ത ആളുകളാണ്. കാണാതായ മകനെ കൂടാതെ മറ്റു 3 ഇളയ സഹോദരങ്ങളാണ് ഉള്ളത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നു. ഒരു പോറിൽ പോലും ഏൽക്കാതെ തങ്ങളുടെ മകൻ വരുന്നതും കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം. കൈരളി ന്യൂസ്, കോഴിക്കോട്.